കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയനും ബഹുമാന്യനുമായ പാസ്റ്റർ CV ആൻഡ്രൂസ്, ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ബഹുമാന്യരായ സീനിയർ ദൈവദാസന്മാർ, നിങ്ങളെ ഒക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയം നിറയുകയും ഞാൻ വളരെ വിനയപ്പെടുകയും ചെയ്യും. പാസ്റ്റർ AM വർഗീസ്, പാസ്റ്റർ TV സക്കറിയ, പാസ്റ്റർ PV മാത്യു, പാസ്റ്റർ മോനി മാത്യു, പാസ്റ്റർ മത്തായി സാംകുട്ടി, പാസ്റ്റർ മാത്യു ചെറിയാൻ, പാസ്റ്റർ റെജി, പാസ്റ്റർ NC ആൻഡ്രൂസ്, എല്ലാവർക്കായിട്ടും ഞാൻ കർത്താവിനെ സ്തുതിക്കും. മാന്യ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വന്ദനം. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരായി സിബി മലയിൽ, ജേക്കബ് മാർട്ടിൻ, എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ നാമത്തിൽ വന്ദനം പറയും. നമ്മുടെ ഈ തുടർമാനമായ പഠനം നാളെ അവസാനിക്കുകയാണ്. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്നാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. നാളെ ക്രിസ്തുവിൻ രക്തം, അത് പറയാതിരുന്നാൽ ക്രിസ്റ്റോളജി സമ്പൂർണ്ണമാകും. ഈ പഠനക്കളരിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ കർത്താവിൻ്റെ സ്വർഗാരോഹണം വരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് എന്തുകൊണ്ട് ക്രിസ്റ്റോളജിയിൽ പെടുത്തുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു എസ്കറ്റോളജിക്കൽ വിഷയം. ക്രിസ്തുശാസ്ത്രവുമായി അതിന് ബന്ധമുണ്ടെങ്കിലും അതൊരു എസ്കറ്റോളജിക്കൽ വിഷയമായതുകൊണ്ടാണ് ക്രിസ്തുശാസ്ത്രത്തിൽ അത് ഉൾപ്പെടുത്താതിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ നാം നസ്രായൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. നമുക്ക് ഇന്നത്തെ പഠനത്തിന് ആധാരമായി വളരെ സുപ്രധാനമായ ഒരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യം. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരും കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിൽ കർത്താവ് നടത്തുന്ന അതിശ്രദ്ധേയമേറിയ ഒരു പ്രസ്താവന. ലൂക്ക് 24:47. മോശ തുടങ്ങി സകല പ്രവാചകന്മാർ മുഖാന്തരം എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. നസ്രയന്റെ ജീവിതം, ജനനം, ശുശ്രൂഷ, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, പുതിയ ആകാശം, പുതിയ ഭൂമി, ഇവയൊന്നും മനുഷ്യനാൽ എഴുതി ഉണ്ടാക്കപ്പെട്ട ഒരു ഭാവനാ സൃഷ്ടിയല്ല എന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദവാക്യമാണ് നാം ഇന്ന് രാത്രിയിൽ ആമുഖമായി വായിച്ചത്. ജീസസ് ഈസ് നോട്ട് എ മാൻ മെയ്ഡ് സ്റ്റോറി. കർത്താവിൻ്റെ ചലനങ്ങളെ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് മോശ തുടങ്ങിയെന്നാണ് കർത്താവ് പറയുന്നത്. നമുക്ക് ആരംഭിക്കാം, മോശ എവിടാണ് തുടങ്ങിയതെന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവിനെ കുറിച്ച് 351 പ്രവചനങ്ങൾ കർത്താവിനെ കുറിച്ചെന്നോ മിശിഹായെ കുറിച്ചെന്നോ 351 പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ ടോട്ടൽ റെക്കോർഡുണ്ട്. 351 പ്രവചനങ്ങളുടെ. അതിൽ നിന്നും ഞാൻ 20 സുപ്രധാനമായ പ്രവചനങ്ങൾ മാത്രമാണ് നമ്മുടെ പാഠ്യവിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കാതലായ പാഠം. മോശ മുടങ്ങി പ്രവാചകന്മാർ മുഖാന്തരം തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതാരാണ് പറഞ്ഞത്? യേശു ക്രിസ്തു, പാപരഹിതനായ, കളവില്ലാത്ത, നിഷ്കളങ്കനായ, സത്യം മാത്രം പറയുന്ന നസ്രായന്റെ പ്രസ്താവനയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയാം. The more you know Christ,
the more you will love him. The more you love him, the more you will talk about him. കർത്താവിനെ അറിയും തോറും നാം കർത്താവിനെ സ്നേഹിക്കും. കർത്താവിനെ സ്നേഹിക്കും തോറും നാം കർത്താവിനെ കുറിച്ച് കൂടുതൽ പറയും. ദൈവത്തിന് മഹത്വം. ഒന്നാമത്തെ പാഠം, നിങ്ങൾക്ക് 1, 2, 3 ഇട്ടിട്ട് എഴുതാൻ തിരക്കുണ്ടെങ്കിൽ വാക്യം മാത്രം, റെഫറൻസ് മാത്രം എഴുതി പോവുക, പിന്നീട് സ്വയം ധ്യാനിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലെ സുവിശേഷം എന്നറിയപ്പെടുന്ന ഒരു വേദഭാഗം, ദ ഗോസ്പൽ ഓഫ് ദ ജനസിസ്, ഉൽപ്പത്തി 3:15. മിശിഹായുടെ ജനനം ദൈവിക വാഗ്ദത്തമായിരുന്നു എന്ന് മോശ മുഖാന്തരം, മോശ എന്ന പ്രവാചകൻ മുഖാന്തരം, മോശ പ്രവാചകനായിരുന്നു, അബ്രഹാം പ്രവാചകനായിരുന്നു എന്നെല്ലാം തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നുണ്ട്. വായിച്ചാട്ടെ സഹോദരി. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. നീ അവന്റെ കുതികാൽ തകർക്കും. ദൈവസ്നേഹത്തിന്റെ ആഴം വർണ്ണിപ്പാനാവില്ല എന്നതൊരു കാവ്യഭാഷയല്ല. ഈ വേദഭാഗത്ത് നിന്ന് തന്നെ ദൈവസ്നേഹത്തിന്റെ അളവുകളില്ലാത്ത, സീമകളില്ലാത്ത ആ മഹാസാഗരത്തെ നാം മനസ്സിലാക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യന് വേണ്ടി ദൈവഹൃദയത്തിൽ അപ്പോൾ തന്നെ ഒരു രക്ഷണ്യ പദ്ധതി ഒരുക്കപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനും നഷ്ടപ്പെടരുത്. പൗലോസിന്റെ വാക്യം ഉദ്ധരിച്ചാൽ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോക്കുക, ഈ വേദഭാഗം കർത്താവിനെ കുറിച്ചാണെന്നതിന് തെളിവെന്താ? ഗലാത്യ ലേഖനത്തിൽ അപ്പസ്തോലൻ ഈ വാക്യം അതിൻ്റെ സാരാംശത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഗലാത്യർ 4:4 എടുക്കേണ്ട വാക്യം, ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. നോക്കുക, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും, അവളുടെ സന്തതി എന്ന് ഉൽപ്പത്തി 3:15 പറഞ്ഞത് അപ്പസ്തോലനായ പൗലോസ് കുറെ കൂടെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുകയാണ് ഗലാത്യ ലേഖനത്തിൽ. സ്ത്രീയുടെ, ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും പ്രത്യാശയില്ലാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ക്രിസ്തുയേശു പ്രത്യാശയുടെ മകുടമാണ്. ഏത് തകർച്ചയിൽ നിന്നും വിടുവിപ്പാൻ ക്രിസ്തുയേശുവിന് കഴിയുമെന്ന് ജനസിസ് 3:15 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ പാഠം, രക്ഷകൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും വംശാവലിയിൽ ജനിക്കും, യൂദാ ഗോത്രത്തിൽ ജനിക്കും എന്ന് പ്രവചിക്കപ്പെട്ടു. തെളിവുകൾ ഉൽപ്പത്തി 12:3. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത് മലയാളത്തിൽ ഒരു പരിഭാഷാ മിസ്റ്റേക്ക് ഉണ്ട്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നല്ല എഴുതേണ്ടിയിരുന്നത്, നിന്നിലൂടെ, ത്രൂ യു എന്ന, നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രഹാമിലാണ് ആരംഭിക്കുന്നത്. അതിന് വേറെയും വാക്യമുണ്ട്. ഉൽപ്പത്തി 17:9 19 എടുക്കണ്ട. ഉൽപ്പത്തി 22:15 നിന്റെ സന്തതി മുഖാന്തരം, 22:18 നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. സംഖ്യ 24:17 യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും.
അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിലേക്ക് കണക്ട് ചെയ്യുകയാണ് ഞാൻ. ഇനി യഹൂദ ഗോത്രത്തിൽ ജനിക്കുമെന്നതിന്റെ തെളിവുണ്ട ഉൽപ്പത്തി 49:10. ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. അപ്പോൾ മിശിഹ ജനിക്കാൻ പോകുന്നത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും തലമുറയിലും യഹൂദ ഗോത്രത്തിലുമായിരിക്കുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അരുളി ചെയ്തു. മൂന്നാമത്തെ പാഠം. ഇത് കുറച്ച് ഡ്രൈ ആയി നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് വളരെ കാതലായ ഒരു പാഠഭാഗമാണ്. കാരണം പ്രത്യേകിച്ച് ഇസ്ലാം മത അനുസാരികൾ ക്രിസ്തുവേശുവിനെ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഉദ്ധരിക്കേണ്ട പാഠങ്ങളാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം. മൂന്നാമത്തെ പാഠം. ഇനി എന്നോടൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. പാസ്റ്റർ, ഇതിനെല്ലാത്തിനും എന്താ തെളിവ്? സന്തതി എന്ന് പറയുന്നത് കർത്താവിനെ കുറിച്ചാണ്. അതിന് ഉത്തരവുണ്ട്, കൃത്യമായ ഉത്തരം. നോക്കൂ, മനുഷ്യ മനസ്സിൽ വരാവുന്ന സാമാന്യമായ സംശയങ്ങൾക്കെല്ലാം നിവാരണം തരുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ബൈബിളിൽ ആംബിഗ്വിറ്റീസ് ഇല്ല. നമ്മുടെ അറിവില്ലായ്മയാണ് ആംബിഗ്വിറ്റി ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നസറേത്തിൽ നിന്നാണ് ക്രിസ്തു ജനിക്കുന്നത് എന്നതിന് കൃത്യമായി വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിവില്ലാത്തവർക്കാണ് അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നത്. വാക്യം കാണിക്കാൻ ഞാൻ. ഗലാത്യ ലേഖനം 3-8 വാക്യം. സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. നോക്കൂ, പഴയ നിയമത്തിലെ അവഗാഹമായ ജ്ഞാനമുള്ള ഒരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന് പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന് മഹത്വം. നമ്മൾ പറയുമല്ലോ, ദൈവത്തിന് കഴിവുള്ളവരൊന്നും വേണ്ട, കഴിവില്ലാത്തവരെ മതി. അതൊരു തെറ്റായ പറച്ചിലാണ്. ദൈവത്തിന് കഴിവുള്ളവരെയും വേണം, ബുദ്ധിമാന്മാരെ വേണം. എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവുമാണ് വളരെ ബുദ്ധിമാന്മാരായ ആളുകൾ ദൈവകൃപയിൽ വരണം. വളരെ ഉന്നത പഠനം നേടിയവർ വിശ്വാസത്തിൽ വരണം. എന്തുകൊണ്ടാണെന്നറിയാമോ? ബുദ്ധിരാക്ഷസന്മാരുടെ മുൻപിൽ നിന്നുകൊണ്ട് ക്രിസ്തുമാർഗത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പഠിച്ച ബുദ്ധിയല്ല ദൈവം ഉപയോഗിക്കുന്നത്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചു വീണ് തൻ്റെ ജ്ഞാനത്തിന് അവസാന വാക്കാക്കി തീർത്ത് പുതിയ മനുഷ്യനായി ശൗൽ ഉണ്ടായപ്പോഴാണ് ദൈവം അയാളെ ഉപയോഗിക്കാൻ ആരംഭിച്ചത്. നമ്മുടെ ജ്ഞാനമല്ല ദൈവകൃപയുടെ ആധാരം. നമ്മുടെ ജ്ഞാനത്തെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വ്യക്തമായല്ലോ, നിന്റെ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തു തന്നെ എന്ന് പൗലോസ് സംശയരഹിതമായി തെളിയിക്കുകയാണ്. മൂന്നാമത്തെ പാഠം. രക്ഷകന്റെ ജനനം ബേത്ലഹേമിലായിരിക്കും. വാക്യം മീഖ 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ മത്തായി തൻ്റെ സുവിശേഷം 2-6 മീഖായുടെ പ്രവചനം ഉദ്ധരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്നാണ്. ബേത്ലഹേമിൽ ഇസ്രായേലിന് അധിപതി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത് ക്രിസ്തുവാണെന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് മത്തായി അത് ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തെളിയിക്കലാണ് തിരുവഴുത്തിൽ. തിരുവഴുത്ത് അനുമാനങ്ങളുടെ ഗ്രന്ഥമല്ല. ബൈബിൾ ഈസ് നോട്ട് എ ബുക്ക് ഓഫ് അസംഷൻസ്. ഒന്നുകൂടെ ഞാൻ കയറി പറയാം. ഒറിജിൻ ഓഫ് സ്പീഷീസ്, ചാൾസ് ഡാർവിന്റെ ഗ്രന്ഥം ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല.
അത് ഇറ്റ്സ് എ ബുക്ക് ഓഫ് അസംഷൻസ്. അത് അനുമാനങ്ങളുടെ ഗ്രന്ഥമാണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. ഐ ബിലീവ്, ഐ ബിലീവ്, ഐ ബിലീവ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിൽ ഐ ബിലീവ് എന്നൊരു പ്രയോഗം അനുയോജ്യമല്ല. അനുമാനങ്ങളിൽ അടിസ്ഥിതമാകാൻ പാടില്ല ശാസ്ത്രം. ചുരുക്കത്തിൽ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഡാർവിന്റെ സിദ്ധാന്തം അനുമാനങ്ങളുടെ ഗ്രന്ഥമാണ്. വിശുദ്ധ വേദപുസ്തകം അനുമാനങ്ങളുടെ ഗ്രന്ഥം അല്ല, ഉറപ്പുകളുടെ ഗ്രന്ഥമാണ്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് കൺവിക്ഷൻസ്. ദൈവത്തിന് മഹത്വം. 4-ാമത്തെ പാഠം, രക്ഷകന്റെ ജനനം. ഞാൻ കുറച്ച് വേഗത്തിൽ പോകും, എനിക്കിന്ന് 20 പാഠങ്ങൾ തീർക്കണമെന്ന് താല്പര്യമുണ്ട്. രക്ഷകന്റെ ജനനം കന്യകയിൽ നിന്നായിരിക്കും. യെശയ്യാ 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. നിങ്ങൾ ഈ വാക്യം എഴുതുമ്പോൾ ഒരാരോ ഇട്ടിട്ട് എഴുതിയിടണം. മാത്യു 1:22. മത്തായി ഈ വാക്യം ഉദ്ധരിക്കുന്നുണ്ട് 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, ഏത് ഗോത്രത്തിൽ ജനിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നു, ഏത് വംശത്തിൽ ജനിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നു, ഏത് സ്ഥലത്ത് ജനിക്കുമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിരുന്നു, ഏത് സ്ത്രീയിൽ കന്യക ഗർഭിണിയായിട്ടാണ്. നോക്കുക, മറ്റൊന്നുകൂടെ നാം ഉൽപ്പത്തി 3:15 കണക്ട് ചെയ്യാം. നിന്റെ സന്തതിയും അവളുടെ സന്തതിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 5-ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നു. ക്രിസ്തുയേശുവിനെ മിസ്രൈമിൽ ചെന്നു പാർക്കും. ഹെരോദാവിന്റെ വാളിന് ഇരയാകാതിരിക്കാൻ യഹോവയായ ദൈവം യോസഫിനെയും മറിയയെയും ശിശുവിനെയും മിസ്രൈമിലേക്ക് അയച്ചത് ഒരു സാമാന്യ സംഭവമായിരുന്നില്ല. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രൈമിൽ നിന്നും ഞാൻ എന്റെ മകനെ വിളിച്ചു. മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. ഒരു ചോദ്യം വരാം, ഇത് യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ മത്തായി ഹോശേയ പ്രവാചകന്റെ പ്രവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഇതിനകത്ത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരാം. ദൈവാനുസരണത്തിൽ ജീവിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ വഴിയും ദൈവത്താൽ നിർണയിക്കപ്പെട്ടതായിരിക്കും. God ordains your ways. God orchestrates your ways. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ ഒരു ദിവസം കാണണമെന്നതുപോലും ദൈവമാണ് നിർണയിക്കുന്നത്. ഞാനൊരു ശുശ്രൂഷയ്ക്ക് ഒരു പട്ടണത്തിൽ ചെന്നാൽ, ഒരു രാജ്യത്ത് ചെന്നാൽ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഇന്ന് ഞാൻ ആരെ കാണണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ അല്ലാതെ ഒരാളെപ്പോലും ഞാൻ കാണാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. ലെറ്റ് us be in the complete guidance of God. ദൈവത്തിൻ്റെ വഴിയിൽ മാത്രം നാം സഞ്ചരിക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ മാത്രം നോക്കി യാത്ര ചെയ്യുന്ന ഒരു ഭക്തന് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികൾ മനുഷ്യർക്ക് ഗ്രഹിക്കാവുന്നതേ അല്ല. ദൈവത്തിന് സ്തോത്രം. 6-ാമത്തെ പാഠം, സ്നാപകനെ കുറിച്ചുള്ള പ്രവചനം. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഉള്ള പ്രവചനം യെശയ്യാവ് 40:3. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ
മതി. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. കേട്ടോ, ഒരുവൻ വിളിച്ചു പറയുന്നത്. ചോദ്യം, ഇത് സ്നാപകനെ കുറിച്ചാണോ? മത്തായി 3:3 മത്തായി ഈ പ്രവചനം ഉദ്ധരിക്കുന്നു സ്നാപകനെ പരിചയപ്പെടുത്തുമ്പോൾ. 7-ാമത്തെ പാഠം, കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള പ്രവചനം. കർത്താവിന്റെ ശുശ്രൂഷ സെബുല്ലൂനിലും നഫ്താലി ദേശവും ഗലീലയിലുമായിരിക്കുമെന്നതും പ്രവചനത്താൽ ദൈവാത്മാവ് നേരത്തെ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട് പറയാം, നമ്മുടേതായ ഒരു ശ്രമം കൊണ്ട് ഏത് ശുശ്രൂഷ നേടിയെടുത്താലും അത് ദൈവത്തിൻ്റെതല്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ എൻ്റെ ശ്രമം കൊണ്ട് ഒരു ശുശ്രൂഷ നേടിയാൽ നല്ലത്, കുഴപ്പമില്ല. പക്ഷെ ദൈവം എനിക്ക് ഒരുക്കി തന്നു എന്ന് എനിക്ക് എൻ്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയില്ല. യു ജസ്റ്റ് ട്രസ്റ്റ് ഗോഡ്. ഏലിയാവ് കെരീത്തിൽ പോകാൻ ദൈവം പറഞ്ഞാൽ അദ്ദേഹം അവിടെ പോകും. കെരീത്തിൽ നിന്ന് എപ്പം പോണമെന്ന് ദൈവം പറയുന്നു, അപ്പോഴേ അദ്ദേഹം അവിടുന്ന് പോകും. അവിടെ വെള്ളമില്ലാതാകുന്നത് നേർക്ക് നേർ കാണുകയാണ് ആ മനുഷ്യൻ. പക്ഷേ അയാൾ ചലിക്കില്ല. കാരണം അയാൾ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ദൈവത്തിൻ്റെ വഴിയിൽ മാത്രം സഞ്ചരിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ രാജു തോമസ് ഇവിടെ ഇരിപ്പുണ്ട്. ശുശ്രൂഷയിൽ വലിയ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു ദൈവദാസനാണ്. ഈ ശുശ്രൂഷയുടെ ഗൗരവത്തിൽ വളരെ വളരെ നിഷ്ഠയുള്ളൊരു മനുഷ്യനാണ്. ഒരിക്കൽ തനിക്ക് ഒരു നിവൃത്തിയുമില്ലാതെ സാമ്പത്തികമായി വളരെ ഞെരുങ്ങുമ്പോൾ മനുഷ്യർ വിശ്വസിക്കത്തില്ല, എലി തൻ്റെ മുറിക്കകത്തുകൊണ്ട് ഒരു 100 രൂപ നോട്ട് വെച്ചു കൊടുത്തു. എലി കരളാത്ത കടലാസുണ്ടോ? പക്ഷെ എലി കൊണ്ട് വെച്ചു കൊടുത്തു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ രാത്രിയിൽ കേൾക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വർധനവിനും നിങ്ങളുടെ ആശ്രയത്തിൻ്റെ സ്ഥിരീകരണത്തിനും കാരണമാകട്ടെ. വായിക്കാമോ കുഞ്ഞെ? നാം അതിന് ആധാരവാക്യം വായിച്ചില്ല. യെശയ്യാവ് 96:1 മുതൽ 6 വരെയുള്ള 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗമാണ്. പക്ഷെ എല്ലാം വായിക്കേണ്ട. 1-ാമത്തെ വാക്യം വായിക്കുക. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബ്ലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിനും മഹത്വം വരും. മലയാളം വേദപുസ്തകം ഉപയോഗിക്കുന്നവർ ആ ജാതികളുടെ മണ്ഡലം എന്നുള്ളതിന് അടിവര ഇട്ടിട്ട് അവിടെ എഴുതേണ്ടത് ജാതികളുടെ ഗലീല എന്നാണ്. അതും മലയാള ഭാഷാന്തരത്തിലെ തകരാർ. ഗലീലി ഓഫ് ദ നേഷൻസ് എന്നാണ് ഇംഗ്ലീഷ്. ഇത് കർത്താവിന്റെ ശുശ്രൂഷയുടെ സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നതിന് എന്താ തെളിവ്? മത്തായി തരുന്നു നമുക്ക്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ മത്തായി അത് ഉദ്ധരിക്കുന്നു. ദൈവത്തിന് മഹത്വം. കർത്താവ് ഗലീലയിൽ ശുശ്രൂഷിക്കുമെന്ന് മുന്നവേ നിർണയിക്കപ്പെട്ടതാണ്. യേശുവിൻ്റെ ജീവിതം തൻ്റെ ഇഷ്ടത്തിനായിരുന്നില്ല. ദൈവമാണ് തൻ്റെ ഓരോ ചുവടുകളെയും ചലിപ്പിച്ചത്. അതുകൊണ്ടാണ് വെറും 30-ലേറെ കിലോമീറ്റർ മാത്രം ചതുരശ്ര വിസ്തീർണമുള്ള ഒരു ദേശത്തു മാത്രം ജീവിച്ച, അധികാരമോ ധനബലമോ മതബലവുമില്ലാത്ത ഒരു കൊച്ചു ആശാരി ചെറുപ്പക്കാരൻ മൂലം ഈ ഭൂമിയിലെ 6 ഭൂഖണ്ഡങ്ങളിലും മനുഷ്യർക്ക് രൂപാന്തരം വന്നതിൻ്റെ കാരണം അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനായതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 8-ാമത്തെ പാഠം
ഏഴാമത്തത് ഗലീലയിലെ ശുശ്രൂഷ. എട്ടാമത്തത് ശുശ്രൂഷയുടെ വിശേഷത. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ വിശേഷതയെക്കുറിച്ച് പ്രവചനങ്ങളിൽ വെളിപ്പെടും. നാം കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച കർത്താവിൻ്റെ ഉപദേശങ്ങളുടെ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രൈസ്റ്റ് സെർമൺസ്, യേശു കർത്താവിൻ്റെ ഉപദേശങ്ങളുടെ വിശേഷതകളെ കുറിച്ച് പറഞ്ഞു. ഇതാ യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിലൂടെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ വിശേഷതയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. വായിക്കാൻ സമയമില്ല. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ച് അതിമനോഹരമായി പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എടുത്തിട്ടുണ്ടോ? ഇതാ ഞാൻ താങ്ങുന്ന ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ശുശ്രൂഷയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കാണാപ്പാടം പഠിക്കേണ്ട ഒരു വേദഭാഗമാണിത്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. ഞാൻ നിശ്ചയമായി പറയാം, ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ ദീർഘവർഷത്തെ ശുശ്രൂഷ അനുഭവമുള്ള ദൈവദാസന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ദൈവം അവരെ താങ്ങിയ എത്ര കഥകൾ അവർക്ക് പറയാൻ കഴിയും, എത്ര അനുഭവങ്ങൾ അവർക്ക് പങ്കിടാൻ കഴിയും. മനുഷ്യമുഖം നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കിയ ഒരാള് പോലും ലജ്ജിച്ചിട്ടില്ലെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന മുതിർന്ന ദൈവദാസന്മാർ സാക്ഷിയാക്കി ഞാൻ എൻ്റെ ജനത്തെ ഉത്ബോധിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് താങ്ങുഞ്ഞേ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നത് ഒരു പഴങ്കഥയല്ല. ഇന്നും അത് സത്യമാണ്, അത് മാറാത്തതാണ്. ദൈവത്തിന് മഹത്വം. 61-ാം അധ്യായം 1-2 വാക്യങ്ങളും ഇതിന് ആധാരമായി റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. 9-ാമത്തെ പ്രവചനം, യേശു കർത്താവ് ഉപമകളിലൂടെ സംസാരിക്കും എന്ന് പ്രവാചകൻ അരുളി ചെയ്തു. സങ്കീർത്തനം 78-ന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് എടുക്കണ്ട. അതിലൊരു പ്രസ്താവനയുണ്ട്, ഞാൻ ഉപമ പ്രസ്താവിക്കാൻ വായ തുറക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു കർത്താവിൻ്റെ വചനങ്ങളുടെ ഒരു അസാധാരണമായ വിശേഷത, പണ്ഡിതൻ അതിനെ ഗ്രഹിക്കാൻ കഴിയും, പാമരന് അതിനെ ഗ്രഹിക്കാൻ കഴിയും. ലോകത്തിൽ ഒരൊറ്റ സ്കൂളേ ഉള്ളൂ ഇതുപോലുള്ളൊരു സ്കൂൾ. ദൈവസഭ പോലൊരു സ്കൂൾ ലോകത്തിൽ ഒരിടത്തുമില്ല. അവിടെ PhD-കാരനും കേൾക്കുന്നത് തന്നെയാണ് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു പാപപ്പെട്ട സഹോദരിയും കേൾക്കുന്നത്. പക്ഷേ രണ്ടുപേർക്കും കിട്ടുന്ന അളവ് വ്യത്യസ്തമായിരിക്കും. There is no other such a school. പ്രിയപ്പെട്ടവരെ, ഈ പാസ്റ്റ് പ്രസംഗിക്കുന്നത് പോരാ, പറയരുത്. അവിടെ ഇരിക്കുന്ന ആർക്കോ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ ആ പ്രത്യേക സന്ദേശം ദൈവം ഒരുക്കുന്നത്. എനിക്കതിന് അനുഭവമുണ്ട്. ഞാൻ പൂനായിൽ പാർക്കുമ്പോൾ വളരെ വിശ്രമരഹിതമായി അധ്വാനിച്ചതാണ് കർത്താവിൻ്റെ വേലയ്ക്ക്. ആഴ്ചയിൽ 5 യോഗങ്ങൾ നടത്തുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഒരു ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ കത്തോലിക്കരുടെ ഒരു സ്ഥാപനം എനിക്കവർ സൗജന്യമായി തന്നതാണ്. ഒരു ചെറിയ പേരിനൊരു ചെറിയ പണം കൊടുത്താൽ മതി. അവിടെ ഒരു അതിഥിയായൊരു ശുശ്രൂഷകൻ വന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു കേവലം വളരെ ലളിതമായ സാധാരണമായൊരു പ്രസംഗമായി. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴേ എൻ്റെ ഭാര്യ ഡെയ്സിയോട് പറഞ്ഞു, വെറുതെ വേസ്റ്റായിപ്പോയി സമയമൊക്കെ. നമുക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും ഇത് വെറുതെ വേസ്റ്റാണ്, ഒരു സ്റ്റഫും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? പിറ്റേ ഞായറാഴ്ച യോഗത്തിന് വന്നപ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരാൾ പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു സാക്ഷ്യം പറയണം.
ആ സഹോദരൻ എഴുന്നേറ്റ് പറയാണ്, കഴിഞ്ഞ ഞായറാഴ്ച കേട്ട സന്ദേശം എൻ്റെ ജീവിതത്തെ അസാധാരണമായി സ്പർശിച്ചു. ഞാൻ ഞെട്ടിപ്പോയി കേട്ടപ്പോൾ. ഞാൻ അവിടെ ഇരുന്ന ഇരിപ്പിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞു. എനിക്ക് സ്റ്റഫില്ലെന്ന് തോന്നുന്നത് മറ്റൊരാളുടെ ഹൃദയമറിഞ്ഞ് ദൈവം നൽകുന്നതായിരിക്കും. ആരെയും വിധിക്കരുത്, ആരെയും വിധിക്കരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ ഉപമകൾ ലളിതമായിരുന്നു. പക്ഷേ ഇന്നും ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് കർത്താവിൻ്റെ ഉപമകളെക്കുറിച്ച് ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. ദൈവത്തിന് മഹത്വം. 50 ദിവസത്തെ ശുശ്രൂഷയെക്കുറിച്ച് ഇന്നും പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഗവേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വാട്ട് എ സേവിയർ വി ഹാവ്. 10ാമത്തെ പാഠം, യേശു കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. യെശയ്യാപ്രവചനം 35-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. അന്ന് കുരുടന്മാരുടെ കണ്ണു തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. വായിക്കണ്ട, കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. യേശു കർത്താവിന്റെ അത്ഭുതങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒന്നിൽ പഠിച്ചു. എന്തിനാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്? തൻ്റെ മിടുക്ക് കാണിക്കാനല്ല, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. ഹി വാസ് സോ ഹംബിൾ. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരോടൊപ്പം അവർ കഴിക്കുന്ന ആഹാരം കഴിച്ച് അവരോടൊപ്പം ആയിരുന്നു കർത്താവിൻ്റെ ജീവിതം. നമുക്ക് അങ്ങനെ ആയിത്തീരാൻ കഴിയട്ടെ. ഒരു സ്പെഷ്യാലിറ്റിയും ചോദിക്കാത്ത ഒരു ദൈവദാസനാണ് നാമെന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയാൻ ഇടവരട്ടെ. എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ എനിക്കൊരു ഇമെയിൽ അയച്ചു തന്നു. തൻ്റെ സഭയിലേക്ക് ഇവിടെയുള്ള ഒരു ശുശ്രൂഷകനെ ശുശ്രൂഷിക്കാൻ ക്ഷണിച്ചതിന് മറുപടിയായി അയച്ച ഇമെയിലാണ് എനിക്ക് അയച്ചു തന്നത്. ആ ഇമെയിലിൽ അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് എനിക്ക് അത്ഭുതം തോന്നി. താൻ എവിടെയാണ് താമസിക്കുന്നത്, തൻ്റെ മുറിയിൽ എന്ത് സൗകര്യമുണ്ടാകും, തനിക്ക് ഏത് ഭക്ഷണമാണ് ഒരുക്കുന്നത്, തന്നെ ഏത് വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത്, തനിക്ക് ഒരുക്കിയിരിക്കുന്ന സൗണ്ട് സിസ്റ്റം എത്രയാണ്, തനിക്ക് തരാൻ പോകുന്ന പാരിതോഷികം എത്രയാണ്. ക്രിസ്തുവുമായി എന്ത് ബന്ധമാണ് ഈ ശുശ്രൂഷയ്ക്ക്? പ്രിയപ്പെട്ടവരെ, ജീസസ് lived among people. കർത്താവിന് ഒരു വിശേഷതയും ഉണ്ടായിരുന്നു, ഒരു വിശേഷത. He was just a common man. ഇന്ന് രാത്രിയിലും അത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയവും കണ്ണും നിറയും. ഒരു ഹാലോയും കർത്താവ് തൻ്റെ തലയ്ക്ക് ചുറ്റും വെച്ചില്ല. കർത്താവിൻ്റെ ഒരു വാക്ക് മതി. കർത്താവ് പറയുന്നില്ലേ, ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, ദൂതന്മാർ ഇറങ്ങി വരും. ഇതെല്ലാം ഈ മനുഷ്യവേഷധാരിയായി മനുഷ്യരുടെ ഇടയിൽ പാർത്തത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരുന്നുവെന്ന് ഒരിക്കലും മറക്കല്ലേ പ്രിയപ്പെട്ടവരെ. ഒന്നുകൂടെ ഞാൻ കേൾപ്പറ, വലിയ ധാടിയും മോടിയുമായി വരുന്ന ആളുകളെ, പ്രഭാഷകരെ റിജക്റ്റ് ചെയ്യണമെന്നാണ്. അവർക്ക് കർത്താവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നാം തിരിച്ചറിയണം. ബി ബോൾഡ്. മടങ്ങി വരാം അടുത്ത പാഠത്തിൽ. 10 പറഞ്ഞത്. 11ാമത്തെ പാഠം, കർത്താവിൻ്റെ യെരുശലേം പ്രവേശനം കഴുതപ്പുറത്തായിരിക്കും. എല്ലാവർക്കും അറിയാം വേദഭാഗം. വായിക്കാമോ? സെക്കറിയ പ്രവചനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതക്കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ആ പ്രയോഗങ്ങളൊക്കെ അത് തന്നെ നമുക്കൊരു ദീർഘമായൊരു പ്രഭാഷണം. കഴുതപ്പുറത്ത് അവൻ എന്തിനാണ് വന്നതെന്നും അവിടെ പറയുന്നുണ്ട്. താഴ്മയുള്ളവനായി. കർത്താവിനൊരു അശ്വരഥത്തിൽ വരാമായിരുന്നില്ലേ? അവൻ വരുന്നുണ്ട്. അവന്റെ സകല പ്രതാപത്തോടും കൂടെ
അവൻ വരുന്നൊരു ദിവസമുണ്ട്. പക്ഷേ ഇവിടെ താഴ്മയുള്ളവനായി കഴുതപ്പുറത്ത് വരുന്നു. ഇത് യേശു കർത്താവിനെ കുറിച്ചാണെന്ന് ആര് പറഞ്ഞു? തെളിവ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങളിൽ സക്കറിയ പ്രവചനം മത്തായി ഉദ്ധരിക്കുന്നു, പ്രൂവ് ചെയ്യുന്നു. സക്കറിയാവ് പറഞ്ഞത് ഈ സംഭവത്തെ കുറിച്ചാണ് എന്ന്. 12-ാമത്തെ വാക്യം, 12-ാമത്തെ പ്രവചനം. കർത്താവിനെ തൻ്റെ സഹോദരന്മാർ തള്ളും എന്ന് പ്രവചിക്കപ്പെട്ടു. ചില വാക്യങ്ങൾ ഞാൻ തന്നെ പറയാം, സമയത്തിന്റെ കുറവ്. വാക്യം സങ്കീർത്തനം 69:8, Psalm 69:8. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നിരിക്കും. ഇത് സഹോദരന്മാരെ കുറിച്ച്, ശിഷ്യന്മാരെ കുറിച്ചല്ല പറയുന്നത്. അതിന് തെളിവ് പുതിയ നിയമത്തിൽ ജോൺ 1:11, നമുക്ക് വളരെ പരിചിതമായ വാക്യം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇത് യഹൂദ മതാനുസാരികളെ കുറിച്ചാണ് പറയുന്നതെന്ന് നാം ധരിച്ചേക്കാം. ഒരർത്ഥത്തിൽ അത് ശരിയാണെങ്കിലും കൃത്യമായ അർത്ഥം തൻ്റെ സഹോദരന്മാരെ കുറിച്ച് തന്നെയാണ് ഇത് പറയുന്നത്. യോഹന്നാൻ 7:5, അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. പ്രായോഗികമായി ഇതിനെ ഞാൻ ഒരു പാഠം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ ക്വാളിറ്റിയോ നിങ്ങളുടെ ശ്രേഷ്ഠതയോ നിങ്ങളുടെ സഹോദരന്മാർ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ലെന്നു വരാം. പരിഭവിക്കരുത്, ഖേദിക്കരുത്, ദുഃഖിക്കരുത്. ഞാനൊരിക്കൽ വളരെ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു എൻ്റെ ചിന്ത. എൻ്റെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ ഞാൻ ഹൃദയം തുറന്ന് പറയുകയാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്ന പ്രസ്ഥാനത്തിലെ ഒരു ശുശ്രൂഷകനാണല്ലോ, എന്നിട്ട് അതിൻ്റെ പ്രധാന വേദികളിലൊന്നും എനിക്ക് ഒരിക്കൽ പോലും ഒരവസരം തന്നില്ലല്ലോ. ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശുശ്രൂഷയുടെ ക്വാളിറ്റിയെക്കുറിച്ച് അവർക്കറിയില്ലാഞ്ഞിട്ടല്ലല്ലോ. ഞാൻ വളരെ വേദനിച്ചു മാനുഷികമായി. പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത തന്നു. ശ്രദ്ധിക്കൂ, എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാർ, നിന്റെ ശുശ്രൂഷ എവിടെയായിരിക്കണം എന്ന് നിർണയിക്കുന്നത് നീയല്ല, ഞാനാണ്. I don't want you to go and preach there. നീ അവിടെ ശുശ്രൂഷിക്കേണ്ടെന്ന് ഞാനാണ് തീരുമാനിച്ചത്. പിന്നെ നീ എന്തിനാണ് ഖേദിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സായ ശുശ്രൂഷകന്മാർക്ക്, നിരവധി പേർക്ക് ഈ അനുഭവം തീർച്ചയായും ഉണ്ടായിരിക്കും. അവരെ മാനിക്കേണ്ടതുപോലെ മാനിക്കാത്ത, സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാത്ത, ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാത്ത, ശുശ്രൂഷയുടെ കഷ്ടപ്പാടുകളുടെ ആഴം മനസ്സിലാക്കാത്ത നിരവധി പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം. ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയാം, നമ്മുടെ നായകൻ ഇതേ വഴിയിൽ സഞ്ചരിച്ചയാളാണ്. ഖേദിക്കരുത്. ട്രസ്റ്റ് ഇൻ ഹിം. ഒരു ദിവസം വരും. പൗലോസിന്റെ ഭാഷയിൽ ഓൺ ദാറ്റ് ഡേ, ആ ദിവസം, ഒരു ദിവസം വരും. അന്ന് കതിരും പതിരും വേർതിരിക്കപ്പെടും. അന്ന് വിലയേറിയതും വില കുറഞ്ഞതും വേർതിരിക്കപ്പെടും. നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ ശുശ്രൂഷയുടെ വിശ്വസ്തതയും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലെ കണ്ണുനീരും കുറിച്ചു വെച്ച ഒരു ദൈവമുണ്ട്. നസ്രയന്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ദൈവത്തിന് മഹത്വം. 13-ാമത്തെ പാഠം.
കർത്താവിന്റെ ഒറ്റിക്കൊടുക്കലിനെ കുറിച്ച് 2 പ്രവചനങ്ങൾ. ക്രിസ്തു യേശു ഒറ്റിക്കൊടുക്കപ്പെടും എന്നതിന് 2 പ്രവചനങ്ങൾ. ഒന്ന്, സങ്കീർത്തനം 41:9. ഞാൻ തന്നെ പറയാം. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നുന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. സക്രിയാവ് 11:12. അത് വളരെ സ്പെസിഫിക് ആണ്. അങ്ങനെ അവർ എൻ്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. എന്ത് സ്പെസിഫിക് ആണ് ദൈവവചനത്തിലെ പ്രവചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം തുടിക്കുന്നുണ്ടോ ഇത് കേൾക്കുമ്പോൾ? നിങ്ങളുടെ ഹൃദയം ആനന്ദം കൊള്ളുന്നുണ്ടോ? എൻ്റെ കർത്താവ് പോയ വഴികളെ കുറിച്ച് പ്രവാചകന്മാർ മുഖാന്തരം പിതാവായ ദൈവം വെളിപ്പെടുത്തിയിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4-ാമത്തെ പാഠം. സ്നേഹിതന്മാർ ഓടിപ്പോകും. പ്രവചനം, 2 പ്രവചനങ്ങൾ. സങ്കീർത്തനം 38:11. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ടു മാറി നിൽക്കുന്നു. എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. സങ്കീർത്തനം 88:8. 3 പ്രവചനങ്ങൾ. എൻ്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി. ഇതെല്ലാം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലെ അനുഭവമായിരുന്നു എന്ന് എങ്ങനെ തെളിയിക്കാം. മത്തായി 26:56 വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ഈ പാഠത്തോട് ബന്ധപ്പെട്ട. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവർത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അവിടെ അടിവരയിടണം, പ്രവാചകന്മാരുടെ എഴുത്തുകൾ. അതുകൊണ്ടാണ് ഞാൻ 3 പ്രവചനങ്ങൾ ഉദ്ധരിച്ചത്. 1 പ്രവചനമല്ല, 3 പ്രവചനം. ദൈവത്തിന് മഹത്വം. 15-ാമത്തെ പാഠം. കർത്താവിന്റെ ശുശ്രൂഷയെ വിശ്വസിക്കാതിരുന്നവരെ കുറിച്ചും പ്രവചിക്കപ്പെട്ടു. യെശയ്യാവ് 53:1 വാക്യം വായിക്കാമോ സഹോദരി? 53 ഒന്ന് തുറന്നു വെച്ചേക്കണേ. യെശയ്യാവ് 53:1. ഞാൻ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഇത് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. 12-ാം അധ്യായം, ജോൺ 12 എടുക്കണ്ട, 37-38. കർത്താവിനെ വിശ്വസിക്കാതിരുന്നവരെ കുറിച്ചാണ് ഈ പ്രവചനം എന്നത് യോഹന്നാൻ തന്റെ സുവിശേഷത്തിലൂടെ തെളിയിച്ചു. 16-ാമത്തെ പാഠം. ക്രൂശീകരണം. ക്രൂശീകരണം എന്ന പാഠം മാത്രം എടുക്കുന്നു. പീഡാനുഭവത്തിലേക്ക് ഞാൻ അടുത്ത് വരാം. ക്രൂശീകരണം. സങ്കീർത്തനം 22:18. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്കിതൊക്കെ വായിക്കുമ്പോൾ രോമാഞ്ചം വരും. ഇത് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ പകർച്ചയെ കുറിച്ച് പോലും പ്രവചിക്കപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 24-ാം വാക്യത്തിൽ യോഹന്നാൻ ഈ പ്രവചനം ഉദ്ധരിക്കുന്നുണ്ട്. വായിക്കാമോ വാക്യം? ജോൺ 19:24. വെള്ളി കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 24-ാം വാക്യം. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു.
എന്റെ വസ്ത്രം അവർ കേട്ടോ, പകുത്തെടുത്ത് എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി എന്റെ ചീട്ടിട്ടു അങ്കിക്കായി അവർ ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവൃത്തി വന്നു. നിവർത്തി വന്നു. എന്ത് സ്പെസിഫിക് ആണ്. ആമേൻ. കർത്താവിനെ ധ്യാനിക്കും തോറും, ഈ പ്രവചന ഭാഗങ്ങൾ ധ്യാനിക്കും തോറും നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുയേശുവിന്റെ മഹത്വത്തെ കുറിച്ചുള്ള ബോധ്യം വർദ്ധിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 17-ാമത്തെ പാഠം, കർത്താവിന്റെ പീഡാനുഭവങ്ങൾ. കർത്താവിന്റെ പീഡാനുഭവങ്ങളുടെ ഉദാത്തമായ പ്രവചനം നാം കർത്തൃമേശയിൽ ഉദ്ധരിക്കുന്ന യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. 53-ാം അധ്യായത്തിലെ 4ഉം 5ഉം വാക്യങ്ങൾ, എടുക്കേണ്ട വാക്യങ്ങൾ നമുക്കെല്ലാം അറിയുന്ന വേദഭാഗമായതുകൊണ്ട് അതിലൊരു പ്രധാന പാഠം മാത്രം ഞാൻ പറഞ്ഞു പോകാം. 4ഉം 5ഉം വാക്യങ്ങളുടെ ക്രോഡീകൃതമായിട്ട് പത്രോസ് ഉദ്ധരിക്കുന്നു. 1 പത്രോസ് 2:24, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും. യെശയ്യാ 53:6, പത്രോസ് 25-ാം വാക്യത്തിൽ ഉദ്ധരിക്കുന്നു, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. യെശയ്യാ 53:7ഉം 8ഉം വാക്യങ്ങൾ വായിക്കാം. ആ വാക്യം, തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവൻ യെശയ്ക്കുള്ള വഴിയിൽ ഒരു മനുഷ്യൻ ഈ വേദഭാഗം വായിച്ച് തന്റെ തേരിൽ സഞ്ചരിക്കുകയാണ്. ആ മനുഷ്യന്റെ അടുത്തേക്ക് പരിശുദ്ധാത്മാവ് ഫിലിപ്പോസ് എന്ന സുവിശേഷകനെ അയച്ചു. നോക്കുക, വഴി പറഞ്ഞു കൊടുത്ത് ആളെ അയക്കാൻ ദൈവത്തിന് ഇന്നും സാധ്യമാണ് എന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ആമേൻ. ഒരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മ വരുന്നു. എനിക്ക് വളരെ പ്രിയനായ ഒരു പെന്തക്കോസ് പ്രസ്ഥാനത്തിലെ വളരെ സീനിയറായ ഒരു ദൈവദാസൻ എറണാകുളത്ത് വന്ന് പാർത്തു. ചില ദിവസങ്ങൾ തൻ്റെ ഭാര്യയുടെ ദീനത്തോടുള്ള ബന്ധം. എനിക്കറിയത്തില്ലായിരുന്നു താൻ അവിടെ ഉണ്ടെന്ന്. ഒരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ സാധാരണ എല്ലാ ദിവസവും ഒന്നും പ്രാർത്ഥനയിൽ ഓർക്കാറില്ല. അന്ന് ഞാൻ പ്രാർത്ഥനയിൽ എന്തുകൊണ്ടോ ദൈവാത്മാവെന്നെ ഓർമ്മിപ്പിച്ചു. പെട്ടെന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഫോൺ ചെയ്യണം, അദ്ദേഹത്തെ കാണണം. എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഫോൺ ചെയ്തു. ചച്ച എവിടെ ഉണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എറണാകുളത്തുണ്ട്, ഇവിടെ ഒരു ഹോട്ടലിലാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കാണണം അത്യാവശ്യമായിട്ട്. അദ്ദേഹം പറഞ്ഞു, വരൂ. എനിക്ക് വളരെ പ്രിയനായിരുന്നു, പക്ഷെ കുറേ കാലമായിട്ട് യാതൊരു അടുപ്പവുമില്ല. കാരണം അദ്ദേഹം വളരെ തിരക്കുള്ള വലിയ ആളായിപ്പോയി. ഞാൻ അവിടെ ചെന്ന് കയറുകയും എന്തിനാണ് ഞാൻ ചെല്ലുന്നത് എനിക്ക് പോലും അറിയില്ല. ഞാൻ എന്തിനാണ് വരുന്നതെന്ന് അദ്ദേഹത്തിനും അറിയില്ല. ആ ഹോട്ടൽ മുറിയിൽ ബെല്ലടിച്ച് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ ദൈവാത്മാവ് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, എടുത്ത തീരുമാനം പിൻവലിക്കണം. ഞാനിത് പറഞ്ഞ മാത്രയിൽ ഈ മനുഷ്യൻ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞു. അലറിക്കരഞ്ഞെന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ക്രൈ. അദ്ദേഹം പറയാണ്, 1 മണിക്കൂർ മുമ്പ് ഞാൻ എൻ്റെ മകനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കുക, എല്ലാ പദവിയിൽ നിന്നും രാജിവെക്കുകയാണ് പറഞ്ഞു. ഈ അദ്ദേഹം പിന്നെയും കരയുകയാണ്.
ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നു. ദൈവശബ്ദത്തിനായി നാം കാത്തിരുന്നാൽ ദൈവമയക്കും നമ്മുടെ അടുത്തേക്ക്. ആലോചന കേൾക്കാൻ പ്രവാചകന്മാരെ വീട്ടിലേക്ക് വിളിക്കണ്ട, അങ്ങനെയൊന്നും പുസ്തകത്തിൽ പ്രമാണമില്ല. ദൈവമയക്കും. തെളിയിപ്പിക്കും. നോക്കൂ, ഫിലിപ്പോസ് ഈ തിരുവെഴുത്താധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. യെശയ്യാപ്രവചനം 53-ാം അധ്യായം യേശു കർത്താവിനെ കുറിച്ച് തന്നെയാണെന്ന് ഫിലിപ്പോസിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്നു. ഷണ്ണനെ ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ മരുഭൂമിയിലേക്ക് ശുശ്രൂഷകനെ അയച്ച് ദൈവം അരുളപ്പാട് നൽകും. ഇന്നു രാത്രിയും ഞാൻ ഉറപ്പോടെ പറയാം, ദൈവകുഞ്ഞെ, നിന്നോട് ദൈവത്തിന് അറിയിക്കാനുള്ളത് ദൈവം ഏത് വഴിയിലും അറിയിക്കുക തന്നെ ചെയ്യും. ഈ പ്ലാറ്റ്ഫോമിലുണ്ട് ഒരു ദൈവദാസൻ. അദ്ദേഹത്തോട് ദൈവാത്മാവ് എന്നിലൂടെ പറഞ്ഞു, താങ്കൾ താങ്കളുടെ ആത്മകഥ എഴുതണം. ദൈവാത്മാവ് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എഴുതി തുടങ്ങുകയായിരുന്നു. ഇത് ഞാൻ ഉറപ്പ് പറയാം നിങ്ങളോട്, നിങ്ങളുടെ ജീവിത വഴികളിൽ എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയമില്ലാത്ത ഒരു ഘട്ടം വന്നാൽ, ഏത് തീരുമാനമെടുക്കണമെന്ന് അറിയില്ലാത്തൊരു ഘട്ടം വന്നാൽ, മുട്ടുകുത്തു തിരുസന്നിധിയിൽ വ്യക്തമായ അരുളപ്പാട് പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ യാദർച്ഛികമല്ല. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ ദൈവത്താൽ നിയുക്തമായിരുന്നു. He was sent by God. Thank you, Lord. യെശയ്യാ 53:9 വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നു, പത്രോസ് ആവർത്തിക്കുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. സങ്കീർത്തനം 69:21 അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിന്റെ ഗൗരവം? കാൽവരി ക്രൂശിൽ കർത്താവിന് ചൊറുക്ക കൊടുത്തത് പോലും യാദൃച്ഛികമായിരുന്നില്ല. ദൈവിക പദ്ധതിയുടെ വാക്താക്കൾ മാത്രമായിരുന്നു അവർ. ചൊറുക്ക കൊടുത്ത പടയാളികൾ അവരുടെ കൈയാൽ കൊടുത്തതല്ല, ദൈവ നിയോഗത്താൽ കൊടുത്തതായിരുന്നു. Nothing happens accidental in the life of a godly man. Nothing happens accidental. നിങ്ങൾ രാത്രി നിങ്ങളുടെ നെഞ്ചോട് എഴുതി ചേർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ യാദൃച്ഛികതകളില്ല. നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടമായാലും വേദനയായാലും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. നിരാശപ്പെടരുത്. നസ്രയൻ എന്തുകൊണ്ട് നിരാശപ്പെട്ടില്ല എന്നതിന്റെ വ്യക്തമായ കാരണമാണ് ഈ പ്രവാചക ശബ്ദത്തിലൂടെ തെളിയിക്കുന്നത്. 18-ാമത്തെ പാഠം, ക്രൂശിലെ നിലവിളി പ്രവചിക്കപ്പെട്ടു. സങ്കീർത്തനം 22:1 എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? മത്തായി 27-ാം അധ്യായം 46-ാം വാക്യത്തിൽ മത്തായി വിളിച്ചു പറയുന്നു, ലാമാ ലാമാ ശബക്തനി. ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ ഒരു വാക്ക് പോലും യാദൃച്ഛികതകളായിരുന്നില്ല.
യാദൃശ്ചികതകളായിരുന്നു. ഇന്ന് രാത്രിയിലും മറക്കരുത്, ഇത് മുഴുവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരുന്നു. നെവർ ബിലിറ്റിൽ അവർ മാസ്റ്റർ. ക്രിസ്തുയേശുവിന്റെ ത്യാഗത്തിന്റെ മഹത്വം, ക്രൂശിലെ മരണത്തിന്റെ വില കേൾവിക്കാരായ നിങ്ങളുടെ കണ്ണ് നിറയ്ക്കട്ടെ ഇന്ന് രാത്രി. 19ാമത്തെ പാഠം. കർത്താവിന്റെ അസ്ഥികൾ തകർക്കപ്പെടുകയില്ല എന്ന് പ്രവചിക്കപ്പെട്ടു. സങ്കീർത്തനം 34:20. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകയില്ല. യോഹന്നാൻ 19:33 യോഹന്നാൻ സംശയരഹിതമായി എഴുതി വച്ചിരിക്കുന്നു, അവന്റെ കാൽ ഒടിച്ചില്ല. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? പടയാളികളുടെ കാൽ ഒടിച്ചവർക്ക് കർത്താവിന്റെ കാൽ ഒടിക്കാൻ പറ്റില്ല. കാരണം ഉയരത്തിൽ തീരുമാനിച്ചിരുന്നു ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ഈ രാത്രി ഞാൻ ഉറപ്പോടെ പറയാം, ദൈവഭക്തന്റെ ജീവിതത്തെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയില്ല, ദൈവം അനുവദിക്കാതെ. അവസാനത്തെ പാഠം. ക്രൂശീകരണത്തിന്റെ സമയം നിർണയിക്കപ്പെട്ടിരുന്നു. ഓർത്തിരിക്കുക, കർത്താവിനെ കൊന്നതല്ല, കർത്താവ് കൊല്ലപ്പെടുവാൻ അനുവദിച്ചതാണ്. He was not killed. He allowed them to be killed. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും സുപ്രധാനമായ വേദഭാഗങ്ങളിൽ ഒന്നാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ ആദരണീയനായ ആൻഡ്രൂസ് പാസ്റ്റർ തീർച്ചയായും ഈ വേദഭാഗത്തെ വളരെ ഗൗരവമായി പഠിക്കും. ദാനിയേൽ 9:26 പറയുന്നു, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. 9:24 മുതൽ വായിച്ചാൽ ഒരാഴ്ചവട്ടം, അതിനുശേഷം 62 ആഴ്ചവട്ടം. ഒരാഴ്ചവട്ടം 7 വർഷം. വളരെ ലളിതമാണിത്, കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 × 7 49 വർഷം. 62 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 62 × 7 434 വർഷം. ഇപ്പൊ ഒരാഴ്ചവട്ടവും 62 ആഴ്ചവട്ടവും കൂടെ കൂട്ടിയാൽ 49 + 434 483 വർഷം. 483 വർഷം. അർത്താശ്രഷ്ട രാജാവ് യെരുശലേം പുതുക്കി പണിയാൻ വിളംബരം ചെയ്തത് 444 BC-യിലാണ്. കർത്താവിന്റെ മരണം AD 33-ൽ. 444 BC മുതൽ AD 33 വരെ 476 വർഷം. നമ്മുടെ കണക്ക് 483 മറക്കരുത്. യഹൂദ വർഷക്കണക്ക് വെച്ച് 360 ദിവസമാണ് ഒരു വർഷമെന്ന് കണക്കാക്കിയാൽ 476 വർഷം എന്നത്
483 വർഷമാകും. ഇത് വളരെ ക്ലിയറാണ്. 444 BC തുടങ്ങി AD 33 വരെ. എനിക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഗവേഷകർ ആ ഡേറ്റ് വരെ നിർണയിച്ചിട്ടുണ്ട്. മാർച്ച് 30 AD 33 വരെ 483 വർഷം. 62 ആഴ്ച വട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഇവിടെ ഒരു പാഠം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. കർത്താവിനെ കൊല്ലുവാൻ പല തവണ അവർ ശ്രമിച്ചു എന്ന് നാം വായിക്കും. കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ശ്രമിച്ചു, മലയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിച്ചു. കർത്താവ് കൊല്ലപ്പെടുവാൻ അവരുടെ അധികാരം കൊണ്ട് പ്രയാസമുള്ള കാര്യമാണ്. മതത്തിന്റെ മുഴുവൻ ശക്തികളും രാഷ്ട്രീയ ശക്തികളുമായി ഒരവിശുദ്ധ ബന്ധമുണ്ടാക്കി. അഥവാ കയ്യഫാവും ഹന്നാവും പീലാത്തോസും ചേർന്ന് ഉണ്ടാക്കിയ അവിശുദ്ധ ബന്ധത്തിന് നസ്രത്തിലെ ഒരു ആശാരിയെ കൊല്ലാൻ പ്രയാസമുണ്ടോ? എന്ത് ലളിതമാണ്. പക്ഷെ പറ്റില്ല. കാരണം ദൈവം നിർണയിച്ചു 62 ആഴ്ചവട്ടം കഴിഞ്ഞാലേ അഭിഷിക്തൻ ഛേദിക്കപ്പെടാവൂ. Christ died at the moment God has ordained. ദൈവത്തിന്റെ നിർണയപ്രകാരം ദൈവം നിർണയിച്ച സമയത്താണ് യേശു കർത്താവിനെ അവർക്ക് കൊല്ലുവാൻ കഴിഞ്ഞത്. കാരണം യേശു കർത്താവ് നിന്നുകൊടുത്തു പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പഠനം എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആശയും കർത്താവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യത്തിന്റെ വർധനവ് സംഭവിക്കാം. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല ഞാൻ പഠിപ്പിച്ചു. പക്ഷെ അത് കുറെ കൂടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായി പഠിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ വലിയ ആഴം പഠിപ്പിച്ചൊന്നും ചിന്തയൊന്നും എനിക്കില്ല. പക്ഷെ ഒന്നെനിക്ക് നിർണയമുണ്ട്. ഹൃദയപൂർവം ഈ പാഠഭാഗങ്ങൾ ശ്രദ്ധിച്ചവർക്ക് ഇന്നലത്തേക്കാൾ കർത്താവിനെ അധികം സ്നേഹിക്കാൻ കഴിയും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണം.